കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്. വട്ടിപ്പലിശയ്ക്ക് പണം നൽകിയ അയൽവാസിയുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത എറണാകുളം കോട്ടുപള്ളി സ്വദേശിനിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള വീട്ടമ്മ ആശ ബെന്നിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്നലെ ഉച്ചയ്ക്കാണ് കോട്ടുപള്ളി പുഴയിൽ ചാടി ആശ ബെന്നി ജീവനൊടുക്കിയത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിന്റെ ഭാര്യ ബിന്ദുവിന്റെ ഭീഷണിയെ തുടർന്നായിരുന്നു ആത്മഹത്യ. ആശയുടെ ആത്മഹത്യാ കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇന്നാണ് കോട്ടുപള്ളി സ്വദേശിനി ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് കൈമാറുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ദേവിക, ആശയുടെ സംസ്കാരം ഇന്ന് തന്നെ നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിലുള്ള മൃതശരീരം നേരെ കളമശ്ശേരിയിൽ കൊണ്ടുപോയി അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടുകൊടുക്കും. നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ആരോപണ വിധേയരായിട്ടുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപിനെയും ബിന്ദുവിനെയും വീട്ടിലില്ല എന്ന് തന്നെയാണ് അയൽവാസികൾ പറയുന്നത്. ഇരുവരും ഇന്നലെ തന്നെ വീട് വിട്ടു പോയി എന്നുള്ള കാര്യം അയൽവാസികൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ബിന്ദുവിനും ഈ പറയുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രദീപിനുമെതിരെ ആശ ഈ ആത്മഹത്യക്കുറിപ്പിൽ അടക്കം വിവരിച്ചിട്ടുള്ളത്. അതായത് വട്ടിപ്പലിശയ്ക്ക് പണം നൽകുന്ന വ്യക്തിയാണ് ബിന്ദു. ബിന്ദുവുമായിട്ട് ഈ പറയുന്ന ആശയ്ക്ക് പണമിടപാടുണ്ടായിരുന്നു. 10 ലക്ഷത്തോളം രൂപ പല ഘട്ടങ്ങളിലായിട്ട് ബിന്ദുവിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇരട്ടിയായിട്ട് മുതലും പലിശയും തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പറയുന്ന ആശ ഈ കുടുംബത്തോട്, അതായത് ഭർത്താവിനോട് അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുടുംബം അറിയുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11-നാണ്. കാരണം നിരന്തരം ബിന്ദുവിൽ നിന്ന് ഭീഷണി തുടർന്നിരുന്നു. ഇതിനെ തുടർന്ന് ആശ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും 11-ാം തീയതി ഈ ആത്മഹത്യാ ശ്രമം കുടുംബം കാണുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ബിന്ദുവിൻ ഈ പറയുന്ന ആശയെ മാറ്റുകയുമായിരുന്നു. അതിനിടയിലാണ് ഈ സാമ്പത്തിക തർക്കവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണികളും സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കുടുംബത്തോട് ആശ പറയുന്നത്. ഈ കുടുംബത്തെ അറിയിക്കുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ബിന്ദു ആശയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിൽ ഭീഷണി തുടരുകയും പിന്നീട് അത് പോലീസിന് പരാതി നൽകുകയുമായിരുന്നു. ആലുവ SP ഓഫീസിൽ ആദ്യഘട്ടത്തിൽ ആശ പരാതി നൽകിയെങ്കിലും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി മാറ്റുകയായിരുന്നു. പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയ സമയത്ത് പോലീസുകാർ പറഞ്ഞത് ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത്, പ്രത്യേകിച്ച് ഒരു സിവിൽ തർക്കമായതുകൊണ്ട് തന്നെ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് കോടതി മുഖാന്തരം ഒരു പരിഹാരം കാണണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. തുടർന്ന് ഇരു കൂട്ടരോടും പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള അഭ്യർത്ഥന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താക്കീത് പോലീസ് നൽകുകയും ചെയ്തു. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്തും ബിന്ദുവും ഭർത്താവായിട്ടുള്ള പ്രദീപും വലിയ രീതിയിൽ അസഭ്യം ഈ പറയുന്ന ആശയ്ക്ക് നേരെയും കുടുംബത്തിന് നേരെയും പറയുകയും പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം ഈ സ്റ്റേഷനിൽ നിന്ന് താക്കീതൊക്കെ ലഭിച്ച് അതിനുശേഷം വീട്ടിലെത്തിയപ്പോഴും ഒരു ഭീഷണി സ്വരത്തിലുള്ള പ്രവൃത്തികൾ ഈ ബിന്ദുവിൽ നിന്നും ഭർത്താവ് പ്രദീപിൽ നിന്നും ഉണ്ടായി. ഗേറ്റിന്റെ മുന്നിലെത്തി കുട്ടികളെ അടക്കം കേസിൽപ്പെടുത്തുമെന്നും കുടുംബത്തെ ഉപദ്രവിക്കുമെന്നുള്ളതുമായിരുന്നു ഈ ബിന്ദുവിന്റെയും പ്രദീപിന്റെയും ഭീഷണി. തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോട്ടുപള്ളി പുഴയിൽ ചാടി ആശ ജീവനൊടുക്കിയത്. കുടുംബം ഈ ഒരു ബിന്ദുവിന്റെയും പ്രദീപിന്റെയും നിരന്തരമായിട്ടുള്ള ഭീഷണി തുടർന്നാണ് ആശ ജീവനൊടുക്കിയെന്നാണ് പറയുന്നത്. ആശയുടെ ആത്മഹത്യാ കുറിപ്പിലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഒരു ലഘുവായിട്ടുള്ള ഒരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചു. അതായത് കോടതി മുഖാന്തരം പ്രശ്നം തീർക്കണം, പകരം ഈ ഒരു വിഷയത്തിൽ ഒരു താക്കീത് എന്നുള്ള രീതിയിലാണ് പ്രദീപിനോടും ബിന്ദുവിനോടും ഒപ്പം തന്നെ ആശയോടും ഈ പ്രശ്നം കൂടുതൽ വഷളാക്കരുതെന്ന് പറഞ്ഞത്. പക്ഷെ ആ താക്കീതൊന്നും തന്നെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ പ്രദീപ് അനുസരിച്ചില്ല. വീണ്ടും ആശയുടെ വീട്ടിലെത്തി പ്രദീപും ബിന്ദുവും ഭീഷണി തുടർന്നു. ഇതിനെ തുടർന്ന് വീണ്ടും ഈ ഒരു വിഷയത്തിൽ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക് ആശ പോയി. ഇന്നലെ ഉച്ചയോടുകൂടി ജീവനൊടുക്കുകയായിരുന്നു. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് ഒരു അത്താണിയായ ഒരു വീട്ടമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മുതലും പലിശയും അടക്കം നിരവധി തവണ ചിട്ടിപിടിച്ച പണമടക്കം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കുടുംബം ഇന്നലെ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഒരു നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. എന്തായാലും മൃതശരീരം നിലവിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. പിന്നീട് ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടുകൊടുക്കും. ദേവിക. ശരി രേഷ്മ.